ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വിഷു ആശംസകൾ. വിഷു കഴിഞ്ഞാലും നമ്മൾ വിഷുവിൻ്റെ വീഡിയോ ഇടുമ്പോൾ വിഷു ആശംസകൾ പറയണമല്ലോ. അപ്പോൾ ഇതാ ഞങ്ങളൊക്കെ അട ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടിയും ചേർന്നിട്ടാണ് ഉണ്ടാക്കുന്നത്. വിഷുവിൻ്റെ തലേ ദിവസം വൈകുന്നേരത്തെയാണ് കേട്ടോ. അപ്പോൾ അച്ഛനും അമ്മയും ഞാനും കുഞ്ഞാറ്റും അമ്പാടിയും ഏട്ടനും ഒരുമിച്ച് ഇരുന്നിട്ടാണ് ഉണ്ടാക്കുന്നത്. പ്ലാച്ചിൻ്റെ ഇല നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ അരി അരച്ചിട്ടാണ് കേട്ടോ നമ്മൾ അട ഉണ്ടാക്കുന്നത്. പൊടി വാങ്ങിച്ചിട്ടൊന്നുമല്ല. അപ്പം അച്ഛൻ ഇങ്ങനെ കുഞ്ഞാറ്റ പരത്തുമ്പോൾ ഇതിങ്ങനെ ആക്കുക അങ്ങനെ ആക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അമ്മയും ഞാനും കുഞ്ഞാറ്റും പരത്തി കൊടുക്കുകയാണ്. ഏട്ടൻ അതിൽ തേങ്ങയും ശർക്കരയൊക്കെ ഇങ്ങനെ ഇടുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നല്ലൊരു സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു, എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ട്. പിന്നെ ഇതാ ഇങ്ങനെ വലിയ ചെമ്പിൽ ഇങ്ങനെ പട്ടത്തണ്ടൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ ഉണ്ടാക്കുക. തോനുണ്ടാക്കും. അപ്പോൾ ഇതാ നമ്മുടെ അടയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട്സൊക്കെ വരും, അവർക്കൊക്കെ കൊടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ തോന അടയൊക്കെ ഉണ്ടാക്കും. പ്ലാച്ചിൻ്റെ ഇല ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. വാഴയുടെ ഇലയൊന്നുമല്ല, നമ്മൾ വിഷുവിന് ഈ ഇല തന്നെ കിട്ടി. പിന്നെ ഇതാ വിഷുക്കണി വെക്കാൻ വേണ്ടിയിട്ട് ഏട്ടൻ എന്താ മാങ്ങ ഇറക്കുകയാണ് കേട്ടോ. നിലത്ത് വീഴാണ്ട് ഇറക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാ അമ്മ ഇങ്ങനെ ഏട്ടൻ കൊളുത്തി കൊടുക്കും, പിന്നെ അമ്മ പിന്നെ വലിക്കും, ഏട്ടൻ അങ്ങനെയൊക്കെ ചെയ്യാണ് കേട്ടോ. അങ്ങനെ മാങ്ങയൊക്കെ അറുത്തു. അടുത്തത് ഇതാ ഏട്ടൻ പിന്നെ പോണത് അടുത്തത് നമ്മൾ ചക്ക ഇടാനാണ് കേട്ടോ പോണത്. നമ്മുടെ പടിക്കിലെ പ്ലാവിൽ തന്നെ ചക്ക, ചെറിയ ചക്ക കണി വയ്ക്കാനുള്ളതല്ല കേട്ടോ. കണി വയ്ക്കാനുള്ളത് ഏട്ടൻ വേറെ പൊട്ടിച്ചു. ഇത് ചക്ക വിണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഇട്ട് നമുക്ക് നാളെ കൂട്ടാൻ വയ്ക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഇടുന്നത്. പക്ഷേ അത് കൂട്ടാൻ വയ്ക്കാനും പറ്റില്ലായിരുന്നു, കാരണം പഴുത്തു പോയിരുന്നു. അതുകൊണ്ട് പഴുത്ത ചക്കയാണ് കേട്ടോ പ്രാവശ്യം കിട്ടിയത്. അമ്പാടി ഇതാ അച്ഛൻ ചക്കടനൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഞാൻ ചിരിക്കുകയെന്നൊക്കെ പറഞ്ഞപ്പോൾ അവൻ ചിരിച്ച് തരികയാണ് കേട്ടോ. അപ്പോൾ ചക്കടന നോക്കാൻ വരികയാണ് നമ്മുടെ അമ്മ. ഇതേട്ടൻ തോട്ടിയിൽ ഇത് അരിവാളൊക്കെ ഇങ്ങനെ ചുറ്റുണ്ട് കേട്ടോ. അങ്ങനെ ചക്കയൊക്കെ ഇട്ടു. അടുത്തത് നമുക്ക് നല്ല ഉയരത്താണ് കേട്ടോ ഈ ചക്ക. അണ്ണൻ കയറിയിട്ട് ഇതാക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും എന്തായാലും പഴുത്തു പോയിരുന്നു ചക്ക. എന്തായാലും ചക്ക ഇട്ടു. വിണ്ട് കയറിയ ചക്കയായിരുന്നു. അപ്പോൾ പകുതി വേറെയിടത്തേക്കും അടുത്ത വീട്ടിലേക്കൊക്കെ കൊടുത്തു കേട്ടോ. പകുതി നമ്മൾ എടുത്തുള്ളൂ. അടയും ഒക്കെ പാടം ഉണ്ടാക്കുന്നതുകൊണ്ട് മധുരം അധികം വേണ്ടല്ലോ. എന്തായാലും പച്ചച്ചക്കയല്ല കിട്ടിയത്, പഴുത്ത ചക്കയാണ് ഇപ്രാവശ്യം കിട്ടിയത്. അതെന്തായാലും അന്നൊന്നും എടുത്തില്ല കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ചക്ക ഇതാ നല്ല വിണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. മരത്തിലേ നിന്നിട്ട് ഇങ്ങനെ വിണ്ടിരിക്കുകയാണ്. നോക്കുമ്പോൾ പഴുത്ത ചക്കയായിരുന്നു. അത് നമ്മൾ വേറെ വീട്ടിലേക്കൊക്കെ കൊടുത്തു കേട്ടോ. അടുത്തത് നമുക്ക് കണി വയ്ക്കാനുള്ള കണിക്കൊന്ന. അത് ഹരിയേട്ടൻ എന്താ പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. കണിക്കൊന്നയൊക്കെ അതാ അങ്ങനെ അമ്മ പൊട്ടിച്ചു കൊണ്ടുവന്നു. ഇതാ തോനെ കണിക്കൊന്നുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ആവുകൊണ്ട് ആവശ്യത്തിന് എടുത്താൽ മതിയല്ലോ. അങ്ങനെ കണിക്കൊന്നൊക്കെ ആയി. രാത്രി ഇതാ ഏട്ടന്മാരും ഏടത്തിയമ്മയും കുട്ടികളും ഒക്കെ പാടെ ചേർന്ന് കമ്പിത്തിരിയും പൂക്കൂറ്റിയും ഒക്കെ കത്തിക്കുകയാണ് കേട്ടോ. അതൊക്കെ രസമല്ലേ, ഇന്നേക്കുള്ളൊരു ഓർമ്മയാണ്. അച്ഛനൊക്കെ അതാ അങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ സന്തോഷമായിട്ട്. അമ്പാടിക്ക് ഈ നിറങ്ങളൊക്കെ കാണുമ്പോൾ അമ്പാടി പടക്കം പൊട്ടിക്കുമ്പോൾ പേടിക്കുമെന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷേ അമ്പാടിക്ക് ഒരു പേടി ഉണ്ടായിരുന്നില്ല കേട്ടോ. അമ്പാടിക്കൊക്കെ നല്ല സന്തോഷമായി. അങ്ങനെ പടക്കമൊക്കെ പൊട്ടിച്ചു. പിന്നെ വിഷുചക്രം കത്തിച്ചു. വിഷുചക്രം ഇങ്ങനെ കറങ്ങണ കാണുമ്പോൾ അമ്പാടി ഇങ്ങനെ ചിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല ചന്തണ്ടായിരുന്നു വിഷുചക്രം ഇങ്ങനെ കത്തണൊക്കെ കാണാൻ. നല്ല ഭംഗിയുണ്ടായിരുന്നു. കുഞ്ഞാറ്റു ഇങ്ങനെ അപ്പുറത്തൊക്കെ നിന്നിട്ട് ഇങ്ങനെ തപ്പൊക്കെ കൊട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ ഇതാ നമ്മൾ കണി കണ്ടു കേട്ടോ. കണിയൊക്കെ ഒരുക്കി വെച്ചത് ഏട്ടനും കുഞ്ഞാറ്റയാണ്. രാവിലെ അമ്മ എണീച്ച് വിളക്കൊക്കെ കൊളുത്തി ഞങ്ങളെയൊക്കെ വിളിച്ച് എണീപ്പിച്ചു. അങ്ങനെ കണിയൊക്കെ കണ്ടു. ഈ വർഷത്തെ വിഷു അടിപൊളിയായിരുന്നു. അങ്ങനെ ഇതാ വിഷു നമ്മുടെ കണ്ണനെ നമ്മുടെ വീട്ടിലുള്ള ഇടിച്ചക്കയും മാങ്ങയും അങ്ങനെയൊക്കെ വെച്ചു. ഓറഞ്ചൊക്കെ പുറത്തുനിന്ന് വാങ്ങിയതാണ് കേട്ടോ. അങ്ങനെ ഇതാ വിഷു കണി കണ്ടതിന് ശേഷം കുഞ്ഞാറ്റു ഇതാ രാവിലെ കമ്പിത്തിരിയൊക്കെ കത്തിക്കുകയാണ്. അങ്ങനെ അച്ചമ്മ കുഞ്ഞാറ്റുവിന് കൈനീട്ടമൊക്കെ കൊടുത്തു. കുഞ്ഞാറ്റുവിന് സന്തോഷമായി. കൈനീട്ടം കിട്ടിയത് എത്ര കിട്ടി എന്നുള്ളതാണ് ആദ്യം കുഞ്ഞാറ്റു നോക്കണത്. അങ്ങനെ അവൾക്കായിട്ട് പേഴ്സ് വേണമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ എണ്ണിയച്ചൻ കൈനീട്ടം കൊടുത്തു. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു.